സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗമായ സാമൂഹിക നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് രാഹുൽ ഈശ്വർ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നുള്ളതാണ്. കാരണം എനിക്ക് രാഹുൽ ഈശ്വറിനെ അത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ ദേഷ്യം എനിക്ക് തോന്നിയത്. അദ്ദേഹം നല്ല രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയാണ്. പുരുഷന്മാർക്ക് വേണ്ടി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് SITയുടെ അവരുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതിൽ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ചിട്ട് പോറ്റിയെ ശബരിമലയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ രാജീവരാണ്. അതെ, അതിനെന്താണ് കുഴപ്പം? അങ്ങനെ ഒരാളെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. ഇനി 2035 ഒരു കളവ് ചെയ്യുകയാണെങ്കിലും അതിനെങ്ങനെയാണ് ഇദ്ദേഹം കുറ്റക്കാരനാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ഉദാഹരണം പറയുന്നത്, ഒരു പൂജയ്ക്ക് ഒരു പൂജാരി വരുന്നു. ആ പൂജയ്ക്ക് വേണ്ട പൂക്കൾ നിങ്ങൾ വാങ്ങണമെന്ന് പറയുന്നു. ആ വാങ്ങുന്ന ആള് ഏത് കടയിൽ നിന്ന് വാങ്ങണമെന്നോ എപ്പോൾ വാങ്ങണമെന്നോ ഒന്നും ഈ പൂജാരി പറയുന്നില്ല. ആ പൂക്കൾ വാങ്ങുമ്പോൾ അവിടെ ഒരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായാൽ എങ്ങനെയാണ് ഈ പൂജാരി കള്ളനാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. വളരെ പ്രശസ്തമായ ചോദ്യം. ഈ രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ അയാള് നിരപരാധിയാണ്. എന്നാൽ രാജീവരുടെ കാര്യം അങ്ങനെയല്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ട് പറയുന്നത്. കാരണം ആരാണ് രാജീവര്? രാജീവർ ദേവസ്വം ബോർഡിന്റെ തൊഴിലാളിയാണ് ആണല്ലോ. അപ്പോ ഈ അയ്യപ്പന് പൂജ ചെയ്യുന്ന വ്യക്തി അയ്യപ്പന് പൂജ ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ സംഭവിക്കുന്നത് സാക്ഷാൽ അയ്യപ്പന്റെ പിതാവാവുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ പറയുന്നത് അയ്യപ്പനെ പൂജ ചെയ്യുന്ന സമയങ്ങളിൽ ഈ തന്ത്രി അയ്യപ്പന്റെ പിതൃതുല്യനാവുന്നു എന്നാണ്. അപ്പോ അങ്ങനെ പിതൃതുല്യനാവുന്ന വ്യക്തിക്ക് സാമാന്യം ആ ശ്രീകോവിലിനകത്തും ആ ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളിലും തന്നെ ഒരു മനോധർമ്മം പാലിക്കേണ്ടതായിട്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ഞാൻ പറയും ഉണ്ട് എന്ന്. കാരണം നമ്മൾ ചെയ്യുന്ന ഏതു തൊഴിലിനും നമ്മൾ നമ്മളുടേതായിട്ടുള്ള മനോധർമ്മം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആ ജോലിയിൽ വിജയിക്കുന്നത്. ഇവിടെ കണ്ഠരര് രാജീവര് ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ പോറ്റി വരുന്നു, പട്ടളപ്പടി അല്ലെങ്കിൽ കട്ടളയുടെ രണ്ട് സൈഡിലുള്ള സ്വർണങ്ങള്, ആ ഡോർമേലുള്ള സ്വർണങ്ങള് അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊക്കെ ഇളക്കി കൊണ്ടുപോകുന്നു. അതും എപ്പോഴാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. രാത്രിയിലോ അല്ലെങ്കിൽ അരിവരാസനം പാടിയത് അയ്യപ്പൻ ഉറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ ഭക്തരില്ലാത്ത സമയത്തോ ഇതൊന്നുമല്ല ഈ പ്രവൃത്തി നടക്കുന്നത്. ഭക്തര് ക്യൂ നിന്ന് അയ്യപ്പനെ ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിൽ നിന്ന് അവിടെ എത്തിയ സമയത്ത് ആണ് ഈ പ്രവൃത്തി അവിടെ നടക്കുന്നത്. അതായത് കുറച്ചു നേരം ദർശനമില്ല എന്ന് അറിയിക്കുകയും. എന്തുകൊണ്ട് ദർശനമില്ല? കാരണം ഈ സ്വർണപ്പാളികൾ അഴിച്ചു മാറ്റുന്ന ആ സമയം അയ്യപ്പ ഭക്തന്മാർ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോ അതിന് ഉത്തരവാദി ആരാണ്? ഈ പിതൃതുല്യനായിട്ടുള്ള ഈ പറയുന്ന രാജീവരല്ലേ? രാജീവർക്ക് പറയാലോ, ഇവിടെ ഇപ്പോൾ പൂജ നടക്കുന്ന സമയമാണ്, ഭക്തന്മാർ വരുന്ന സമയമാണ്, ഇപ്പോൾ ഇവിടെ ഒരു പരിപാടി നടക്കില്ല എന്ന് ആ ശ്രീകോവിലിന്റെ ആരാണോ അവിടുത്തെ മൂർത്തി അതിന്റെ പിതാവാണ് താനെന്ന് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പറയുന്ന രാജീവര് പറയില്ലേ? അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, 2-3 ദിവസം കഴിഞ്ഞ് ഈ സാക്ഷാൽ സ്വർണം, അതാണ് ഈ പറയുന്ന ആ ഇവരെടുത്തുകൊണ്ട് പോയത്. ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്താണ് പറയുന്നത്? ഇത് ചെമ്പാണ് എന്നാണ്. അതാണ് P. വാസു ഒക്കെ മുന്നേ പറഞ്ഞത്. സ്വർണപ്പാളികൾ ചെമ്പാണ് എന്നുള്ളതൊക്കെ എഴുതി കൊടുത്തത്. അപ്പോ ഈ സ്വർണമാണ് എന്നുള്ളത് ഈ തന്ത്രിക്ക് അറിയില്ല. ഇതെന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചില്ല. എന്താണ് ഇതിന്റെ കൊണ്ടുപോകേണ്ട കാര്യം എന്ന് അന്വേഷിച്ചില്ല. മാത്രമല്ല ഇത് ദേവസ്വം ബോർഡുമായിട്ട് ചർച്ചയ്ക്ക് ഇതിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ അവരോട് സമ്മതം ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും ഈ പറയുന്ന തന്ത്രി രാജീവര് ചോദിക്കുന്നില്ല. മാത്രവുമല്ല ഭക്തരോട് ഇപ്പൊ വരണ്ട എന്നും പറഞ്ഞു. അപ്പോ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത് ആരാണ്? ഈ രാജീവരാണ്. 2-3 ദിവസം കഴിഞ്ഞ് ഇതേ സാധനം
ഡ്യൂപ്ലിക്കേറ്റ് കൊടുന്ന് വെക്കുമ്പോഴും ഇദ്ദേഹം കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല, വെച്ചോളൂ. അതായത് ഇവിടെ നടക്കുന്ന യാതൊരു കാര്യത്തിനും തനിക്ക് ഉത്തരവാദിത്തമില്ല, അവിടെ വരുന്ന പൈസയൊക്കെ വാരി മടിയിലിടാൻ നല്ല ഉത്തരവാദിത്തമുണ്ട്. ഈ ദേവസ്വം ബോർഡാണല്ലോ തന്ത്രിക്ക് സാലറി കൊടുക്കുന്നത്, അത് കൂടാതെ ഈ ഭക്തന്മാരുടെ പൈസയുണ്ട്. അതിൽ 1 രൂപയുടെ ജോലിയെങ്കിലും മനോധർമ്മം അനുസരിച്ച് ഇദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നു എന്നോ, അല്ലെങ്കിൽ പോറ്റിയെ ഞാൻ വിലക്കിയിരുന്നു എന്നോ, നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നോ ഒന്നും തന്നെ ഈ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് തെറ്റില്ലേ എന്ന് ചോദിച്ചാൽ പരിപൂർണമായിട്ടും തെറ്റുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മറ്റൊരു രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് മോഹനര് എന്ന് പറയുന്നത്. അദ്ദേഹം 2008 ഇതുപോലെ കുറെ കുൽസിത പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് ഗായത്രി മന്ത്രം അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഗായത്രി മന്ത്രം അറിയില്ല എന്ന് പറഞ്ഞു. ഒക്കെ പോട്ടെ, നിങ്ങളൊരു ബ്രാഹ്മണനാണല്ലോ. ഈ ബ്രാഹ്മണന്മാരായി ജനിച്ച ആളുകൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഗണപതി ഹോമം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഗണപതി സ്തുതികൾ പറയാറുണ്ട്, നമ്മൾ പാടാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതറിയോ എന്ന് ചോദിച്ചു. അതും അറിയില്ല എന്നാണ് ഈ മോഹനര് പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തന്ത്രി ആയത് എന്ന് ചോദിച്ചപ്പോഴാണ് അഹങ്കാരം പുറത്തു വന്നത്. ഞാൻ ഈ തന്ത്രി കുടുംബത്തിലെ ആളാണ് എന്നുള്ളതാണ്. അപ്പൊ കുടുംബപരമായിട്ടുള്ള ഒരാള്, അതായത് അച്ഛൻ ആനപ്പുറത്ത് ഇരുന്നു എന്ന് കരുതിയിട്ട് തയമ്പ് മകനുണ്ടാവണമെന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ജഡ്ജി ചോദിച്ചു ആ കാലത്ത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു അഹങ്കാരമുള്ള ഒരു സംഭവം. പിന്നെ ഒരു തന്ത്രിയായി ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഇത്തരം പ്രവൃത്തി ചെയ്യില്ല എന്നൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ കണ്ണടച്ച് അന്ധമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങളിലും ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കറിയാം. ശബരിമലയില് മകരജ്യോതി തെളിയുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് മനുഷ്യന്മാര് അവിടെ കത്തിക്കുന്നതാണ്. അപ്പോ അതൊക്കെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്, യുക്തിവാദികളൊക്കെ അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും സാക്ഷാൽ അയ്യപ്പൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല, അതൊക്കെ മനുഷ്യരുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പോ 18ാം പടി പടിപ്പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അടുത്ത കാലത്ത് ഗംഭീരമായി ശബരിമലയിൽ കൊണ്ടാടുന്ന ഒരു സംഭവമാണ്. അതൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നേ ഇല്ല. അപ്പൊ പണം വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ഓരോ വഴിപാടുകളും അല്ലെങ്കിൽ ഓരോ പൂജകളും ഒക്കെ ഇങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ കുറെ പണങ്ങൾ വാങ്ങുന്നു എന്നുള്ളതൊക്കെയാണ്. അയ്യപ്പന്റെ ഈ ഒരു കാര്യമായിട്ട് ഇപ്പോ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ 3 മുന്നണികളും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു സംഭവം ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാറ്റുന്നു. ഇത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് ഇപ്പൊ തിരിച്ച് കണ്ഠരര് രാജീവരെ കുറിച്ച് മാറ്റി പാടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോ ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ജോലിയുടെ മനോധർമ്മമായിട്ട് കാണേണ്ട ചില കാര്യങ്ങളിലൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതൊക്കെ ഒരു വലിയ തെറ്റിലേക്ക് വഴി തെളിയിക്കുന്നു എന്ന് പറയുമ്പോൾ രാജീവരെ നമുക്ക് ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ 13ാം പ്രതിയായിട്ടാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. അപ്പോ അതൊക്കെ നോക്കുമ്പോൾ രാജീവര് തീർച്ചയായിട്ടും ഒരു പ്രതി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നടക്കുമ്പോഴും ഇതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആരാണ്? സർക്കാരും ദേവസ്വം ബോർഡും ആളുകളാണ്. അപ്പോ ഇന്ന് ശ്രീ AC വേണുഗോപാൽ പറഞ്ഞ പോലെ ഈ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ കൊടുക്കുന്ന ഒരു രീതി ആവരുത് ഇത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത്. മന്ത്രിമാരെ രക്ഷിക്കാൻ തന്ത്രിമാരെ കൊടുക്കുന്ന ഒരു രീതി നിലനിൽക്കരുത്. രാജീവര് തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം 100% ശിക്ഷിക്കപ്പെടണം. അയ്യപ്പനെതിരെ ആര് എന്ത് ചെയ്താലും അയ്യപ്പൻ അതിന് 4 ഇരട്ടി അല്ല 8 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കർമ്മ എന്നൊന്നുണ്ട്, അതായിരിക്കാം ചിലപ്പോ ഈ പറയുന്ന രാജീവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും നമുക്കറിയില്ല. പിതൃതുല്യനായി ഒരു മനുഷ്യൻ അയ്യപ്പനെ മകനെ പോലെ കാണുന്ന ഒരു തന്ത്രി അതിന്റെ മുന്നിൽ തന്നെ ഇത്തരം വലിയൊരു കളവ് തന്റെ മുന്നിൽ വെച്ച് നടക്കുമ്പോൾ അതിനൊരു അക്ഷരം ഉണ്ടാത്തതിന് ഒരുപക്ഷെ അയ്യപ്പന് ദേഷ്യം വന്നിട്ടായിരിക്കാം, ഒരുപക്ഷെ അയ്യപ്പന്റെ കോപമായിരിക്കാം അദ്ദേഹം അനുഭവിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയുടെ ഭാഗമായി മാത്രം പറയുന്നതായി കാണുക. ഒരു ഭക്തൻ എന്ന നിലയിൽ ഒരുപാട് വിഷമം തോന്നുന്നു അയ്യപ്പനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിച്ചിഴക്കുന്നത് എന്ന് മാത്രം പറയുന്നു. എന്തായാലും നന്മ തെളിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.